എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ കുഞ്ഞുമക്കളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും വിരിഞ്ഞിറങ്ങി സുഖമായിട്ടിരിക്കുന്നു. ആർക്കും യാതൊരുവിധ കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഇന്നേക്ക് നമ്മൾ കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് 18ാമത്തെ ദിവസമാണ്. അപ്പോൾ 18ാമത്തെ ദിവസമാണ് നമ്മൾ കോഴിമുട്ട മാറ്റി കൊടുക്കുക. അതായത് ലാസ്റ്റിലെ 3 ദിവസം കോഴിമുട്ടയ്ക്ക് ഒരിളക്കവും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ 18ാമത്തെ ദിവസം നമ്മൾ ഈ ബോക്സിൽ നിന്ന് കോഴിമുട്ടയെല്ലാം പുറത്തെടുത്ത് വെക്കും. കോഴിമുട്ട പുറത്തെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കോഴിമുട്ട ഇളകാനോ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകാനോ ഒന്നും പാടില്ല. അതിന് ശേഷം ആ ബോക്സിൽ നിന്ന് ആ ട്രേ മെല്ലെ എടുത്തിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പേപ്പർ വിരിച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ മേലിൽ നിന്ന് അതിൻ്റെ തൂവലിൻ്റെ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബോക്സിൽ വീണിട്ട് ബോക്സ് അഴുക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വിരിച്ച് കൊടുക്കുക. പിന്നെ കാഷ്ണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഴല്ലോ. എന്നിട്ട് അതിന് ശേഷം ആ നെറ്റ് ആ ബോക്സിൽ വിരിച്ച് കൊടുക്കുക. നെറ്റ് വിരിക്കുന്നത് അവർക്ക് നിൽക്കാൻ കാലിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇനി നെറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ പേപ്പർ ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് പിന്നെ നേരെയാക്കിയിട്ട് വിരിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഈ കോഴിമുട്ടകളെല്ലാം ആ ബോക്സിൽ വെക്കുക കേട്ടോ. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ വരും. ആ ട്രേയിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ബൾബിൻ്റെ ചൂടുകൊണ്ട് വെള്ളം വറ്റി പോകുന്നുണ്ട്. അത് നമ്മൾ എല്ലാ ദിവസവും രാത്രിയും അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും അത് വെള്ളം ഇല്ലാതാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതിപ്പം 20ാം തീയതി രാത്രിയാണ് കേട്ടോ. രാത്രി ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ഇതാ അത്യാവശ്യം മക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ബാക്കി മുട്ടകൾക്കൊക്കെ അങ്ങനെ കൊത്ത് വീണിട്ടുണ്ട് കേട്ടോ, വിരിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അടച്ചിട്ട് പോയി. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ വരുന്നത്. അതായത് ICUലുള്ള മക്കളെ നമ്മൾ വാർഡിലേക്കാക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാണ് എന്നെ ഇവിടുന്ന് കളിയാക്കാറ്. അപ്പോൾ നമ്മൾ അവരെ വാർഡിലേക്കാക്കാൻ പോവുകയാണ്. അങ്ങനെ ബോക്സ് തുറന്നു. അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കൾ, അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ 40 കോഴിമുട്ടയാണ് വെച്ചത്. 40 എണ്ണം വെച്ചിട്ട് എനിക്ക് 37 മക്കളെ കിട്ടി. 3 കോഴിമുട്ട പോയി. അതിൽ 2 കോഴിമുട്ടേനുള്ളിൽ മക്കളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവർ പകുതി വെച്ചിട്ട് അവിടെ സ്റ്റോപ്പായി. പിന്നെ ഒരു മുട്ട കേടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ കോഴിമക്കളൊക്കെ ഇതിൽ നിന്ന് എടുക്കുകയാണ്. വിരിഞ്ഞാൻ പാട് എന്തായാലും നമ്മൾ കൂട്ടിൽ കൊണ്ടിടില്ല. വിരിഞ്ഞാലും ഒരു 2-3 മണിക്കൂർ ബോക്സിലിട്ട് അവർ ആ ബൾബിൻ്റെ ചൂടൊക്കെ കൊണ്ട് അവരുടെ ഒരു നനവുണ്ടാവുമല്ലോ തൂവലുമലുള്ള, അതൊക്കെ പോയി മക്കൾ നല്ല ഉഷാറായി വരണം കേട്ടോ. അതിന് ശേഷം മാത്രമേ ഈ കൊണ്ടിടാൻ പാടുള്ളൂ. കാരണം തള്ളക്കോഴിയില്ലല്ലോ, ചൂട് കൊടുക്കാൻ തള്ളക്കോഴിയില്ല. അപ്പം അവരൊന്ന് ഉഷാറായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കുറച്ച് മക്കളെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇന്നലെ രാത്രി വിരിഞ്ഞ മക്കളാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അതായത് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് ഓരോ ദിവസങ്ങളും എണ്ണിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലേ, 21 ദിവസം കാത്തു നിന്നതിന് ശേഷമാണ് ഈ മക്കളെ കയ്യിൽ കിട്ടുന്നത്. അപ്പം നമുക്ക് സംശയം ഉണ്ടാവും, ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായി, ഈശ്വര വെക്കുന്ന മുട്ടകൾ മുഴുവനും വിരിയോ, എത്ര മക്കളെ കിട്ടും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം പറയാം, അതായത് നമുക്ക് മക്കളെ ആരോഗ്യത്തോടെ കിട്ടുമ്പോഴാണ് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ഈ പ്രാവശ്യം ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള മക്കളാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം വിരിയിപ്പിച്ചപ്പം 2 കോഴിമക്കൾ വികലാംഗരായിരുന്നു കേട്ടോ. അതായത് ഒരു കാലിട്ടിട്ട് ഒരു കാല് നിലത്തിട്ട് ഇഴഞ്ഞിട്ടായിരുന്നു അവർ ജീവിച്ചത്. കുറഞ്ഞ ദിവസം 2 വീക്ക് പോലെ അവർ അങ്ങനെ നടന്നു. ഞാൻ കുറേ ശ്രമിച്ചിട്ടോ അവരെ രക്ഷപ്പെടുത്താം. പക്ഷേ നമുക്ക് ആ കാലൊന്നും ചെയ്യാൻ കഴിയില്ല, അത് ജന്മനാ ഉള്ളതാണല്ലോ. പക്ഷെ 2 ആഴ്ച അവർ ജീവിച്ചു. അതിന് ശേഷം അവർ ചത്തുപോയി. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം മക്കളിൽ അങ്ങനെ വരുമെന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ കോഴിമുട്ട ഞാൻ ഇൻക്യുബേറ്ററിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ കാലാവസ്ഥയ്ക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കോഴിമുട്ട വെച്ച് ഒരാഴ്ചയൊക്കെ ആയപ്പോഴാണ് അത്യാവശ്യം മഴയും അതുപോലെ തന്നെ ഇടി മിന്നൽ അങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് മെഷീൻ കറണ്ടുമ്പോഴാണല്ലോ. കോഴിമുട്ട നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതെടുത്ത് കളയാന്നല്ലാതെ വേറെ യാതൊരു നിവൃത്തിയില്ല. കാരണം പൊരുത്തിലുള്ള കോഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് കോഴിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുമില്ല.
അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, 3-4 ദിവസം പോലെ അടുപ്പിച്ച് മഴ പെയ്തു, പിന്നെ അങ്ങ് പോയി. പിന്നെ ഇടയ്ക്കും തലയ്ക്കൊക്കെയായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിച്ചിലായി കിട്ടി. പിന്നെ ഇവരെ ഇടാനുള്ള കൂടൊക്കെ നമ്മൾ 2 ദിവസം മുന്നേ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട് ഫുൾ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ 40 വാൾട്ടിൻ്റെ ഒരു ബൾബാണ് ഇട്ട് കൊടുത്തത് ചൂടിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൂടിൻ്റെ അടിവശം പേപ്പർ വിരിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പാത്രം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി, ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകിയിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, അങ്ങനെ കോഴിമക്കളൊക്കെ നമ്മൾ കൂട്ടിലേക്കാക്കി. അതിനുശേഷം അന്ന് രാത്രി തന്നെ ആ മുട്ടത്തോടുകളെല്ലാം പെറുക്കിയിട്ട് ഒരു കവറിലാക്കിയിട്ട് കെട്ടി വെക്കുകയാണ് കേട്ടോ. കാരണം ബോക്സിൽ കുറച്ച് കുഞ്ഞുങ്ങളും കൂടി ഉണ്ടായിരുന്നു, ചൂട് കിട്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ രാത്രി വരെ ബോക്സ് ഓണാക്കിയിട്ടതായിരുന്നു. രാത്രിയായപ്പം അവരെയും നമ്മൾ കൂട്ടിലേക്ക് മാറ്റി. അതിനുശേഷം പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ കൂട് ക്ലീൻ ചെയ്യുന്നത്. അതായത് കോഴിമുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുത്ത് വയ്ക്കാൻ. അപ്പോൾ ആ പേപ്പർ, അതുപോലെ തന്നെ പേപ്പറൊക്കെ എടുത്ത് ഒഴിവാക്കും. അതുപോലെ തന്നെ നെറ്റ്, ആ സ്റ്റാൻഡ്, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഫാന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കോഴിമക്കളെ രോമം, അതായത് തൂവലിൻ്റെ പൊടികളൊക്കെ ഈ ഫാനിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ച് കിടക്കും. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് ഫുൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ആ ട്രേയിലുള്ള വെള്ളം അത് നമ്മൾ എടുത്തൊഴിവാക്കണം. ക്ലീനിങ്ങിൻ്റെത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയിട്ട് ആ നെറ്റൊന്നും തുടച്ചാൽ മാത്രം പോരാ, അതൊക്കെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം. അങ്ങനെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടി, അതായത് ബോക്സ് എടുത്ത് വെക്കുകയാണ്. ബോക്സിൻ്റെ പരിപാടി കഴിഞ്ഞു, അതെടുത്ത് വെച്ചു. അതിന് ശേഷം ഇനി റൂം ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ മുട്ടത്തോട് എന്താണ് ചെയ്യുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുട്ടത്തോട് ഞാൻ കുഴിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ മുട്ടത്തോട് കുഴിച്ചിടാൻ പോവുകയാണ്. കുഴിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് പറമ്പിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ കാക്ക കൊത്തിയിട്ട് കിണറിലും ഒക്കെ കൊണ്ടിടും. കാരണം 1-2 കോഴിമുട്ടത്തോലല്ല ഉള്ളത്, ഒരുപാട്, അതായത് 40 കോഴിമുട്ടേൻ്റെ തോടാണുള്ളത്. അപ്പോൾ അത് നടു പൊട്ടുന്ന സമയത്ത് ഒരുപാട് പീസുകളായിട്ട് വരും. അപ്പോൾ ഈ കാക്ക ഒരുപാട് സ്ഥലങ്ങളത് കൊത്തി കൊണ്ടുവിടുന്ന സമയത്ത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ചെടിക്കൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ 8ൻ്റെ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിരിഞ്ഞ കോഴിമുട്ടയും കൂടി ആയതുകൊണ്ട് ഉറുമ്പുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എൻ്റെ ചെടിയടക്കം ഉറുമ്പ് തിന്നുപോയി. അപ്പം നമ്മളിത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയാണ്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം കുറുക്കൻ്റെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് വന്ന് മാന്താതിരിക്കാൻ വേണ്ടി ഞാൻ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ലും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടോ ഫുൾ സെറ്റായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഇനി അവർക്ക് തീറ്റയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനി അവരെ വളർത്തി വലുതാക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോഴീനെ വളർത്തുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെച്ച് വിരിയിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ്? അതുപോലെ കോഴിമുട്ടത്തോടൊക്കെ എന്താ ചെയ്യലെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ.